ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മൾ വീണ്ടും വന്നിട്ട് പുതിയൊരു വീഡിയോകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പറഞ്ഞാൽ OB45 അപ്ഡേറ്റിനെ കുറച്ച് ഡീറ്റെയിൽസുകളൊക്കെയാണ്. അതുപോലെ 2-3 ക്യാരക്ടർ സ്കില്ലുകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ നോക്കും. OB45 അപ്ഡേറ്റിൽ വരാൻ ചാൻസ് ഉള്ളത്. ഇതേപോലത്തെ ഈവൻസിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലുകളൊക്കെ എന്താ സബ്സ്ക്രൈബുകളൊക്കെ ചെയ്തൊക്കെ ഗെയിമിംഗ് കണ്ടന്റുകളൊക്കെ നമ്മുടെ ചാനലിടുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് ലൈക്കും ചെയ്യാത്ത ഷെയറും ചെയ്യുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ റിങ്ങും കളക്കാൻ വരാൻ പോകുന്ന കുറച്ച് ഗൺസിൻ്റെ സ്കിൻസൊക്കെ ഉള്ള ടോക്കൺ വീൽ എന്ന് പറഞ്ഞൊരു ഇവൻറ്റും കളക്കാൻ വരാൻ പോകുന്നത്. ഇത് ഡയമണ്ടും കളക്ക് കൊടുത്ത് സ്പിൻ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റിയാണ്. ഈ ടോക്കൺസ് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് വെക്ടറിൻ്റെ സ്കിൻ അങ്ങനത്തെ കുറച്ച് ഗൺസിൻ്റെ സ്കിന്നും കളക്കാൻ ഒരു 3 ഗൺസിൻ്റെ സ്കിന്നും കളക്കാണ് വരുന്നത്. ഈ ഗൺസിൻ്റെ സ്കിന്നും കളൊക്കെ എടുക്കുകയാണെങ്കിൽ വേറെ ലെവൽ തന്നെ ആയിരിക്കും. കാരണം റേറ്റ് ഓഫ് ഫയർ ഒക്കെ ഡബിൾ ആയിട്ട് കൊണ്ടുള്ളത് ആക്യുറസി അങ്ങനത്തെ നല്ല രീതിക്ക് കൂടുതൽ നല്ല അടിപൊളി ഗൺസിൻ്റെ സ്കിന്നും കളക്കാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെടും. ഈ ഒരു ഇവൻറ്റുകളൊക്കെ എന്നാ വരുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. ഡീറ്റെയിൽസുകളൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താ നിങ്ങൾ അറിയിക്കുന്നതാണ്. പിന്നെ ഒരു ഇവൻറ്റുകൾ വരുന്നത് ഈ ഒരു ഡീൽ ഡാമേജ് പോലെ തന്നെ വരാൻ പോകുന്ന ഒരു ആനിമേഷനുകളൊക്കെയാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആനിമേഷനുകളൊക്കെയാണ്. ഒരു പർപ്പിൾ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി ആനിമേഷനുകളൊക്കെയാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. അതും ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് സിമ്പിളായിട്ടുള്ള ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കേണ്ടത് അത് കംപ്ലീറ്റ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആനിമേഷനുകളൊക്കെ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അടുത്തൊരു സ്പെഷ്യൽ ലക്കി ഡ്രോയിങ്ങുകളൊക്കെയാണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും 4 ജേഴ്സികളൊക്കെ ഉണ്ട്. ഇതെല്ലാം റിട്ടേൺ കൊണ്ടുവരാൻ പോവുകയാണ്. ഇതൊക്കെ പണ്ട് വന്നൊരു ജേഴ്സികളൊക്കെയാണ് ചിലതൊക്കെ. അപ്പോൾ അതൊക്കെ റിട്ടേൺ കൊണ്ടുവരാൻ പോവുകയാണ്. അത് OB45 അപ്ഡേറ്റിന് ശേഷമായിരിക്കും ഈ ജേഴ്സികളൊക്കെ റിട്ടേൺ കൊണ്ടുവരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് റിവാർഡ്സുകളൊക്കെ ഉണ്ട് ഇതിൽ. മെയിൻ റിവാർഡായിട്ട് ഈ ഒരു 4 ജേഴ്സികൾ തന്നെയാണുള്ളത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ OB45 അപ്ഡേറ്റിന് ശേഷമായിരിക്കും ഈ ഒരു ഇവൻറ്റുകളൊക്കെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത പറഞ്ഞ ഒരു സീനായിട്ടുള്ള ഗണ്ണിൻ്റെ സ്കിന്നും കാലൊക്കെയാണ്. SKSൻ്റെ സ്കിന്നും കാലൊക്കെയാണ്. ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞ ഗണ്ണിൻ്റെ സ്കിന്നിൻ്റെ പേരും കാലൊക്കെ വരുന്നത്. ഒരു അടിപൊളി സ്കിന്നും കാലൊക്കെയാണിത്. അതേപോലെ തന്നെ ഈ ഒരു സ്കിൻ നമുക്ക് എങ്ങനെ വരാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഡയമണ്ടിലാണോ അതോ ഫ്രീ ആയിട്ടാണ് എങ്ങനെ ഏത് ഇവൻ്റാണെന്ന് നമുക്ക് അധികം ഡീറ്റെയിൽസുകളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത് എങ്ങനെ വരിക എന്നുള്ളത് നമുക്ക് അറിയത്തില്ല കേട്ടോ ഗൈസ്. അടുത്തൊരു എവോ ബണ്ടിൽ ഇമോട്ടും കാലൊക്കെയാണ്. ഒരു സീൻ ഇമോട്ടും കാലൊക്കെയാണ്. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് പ്ലേ വിത്ത് തണ്ടർ ബോൾട്ട് എന്നൊക്കെയാണ് ഇതിൻ്റെ പേരും കാലൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇമോട്ട് നമുക്ക് എങ്ങനെ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ചുള്ള അധികം ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്താ നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ OB45 അപ്ഡേറ്റിന് ശേഷം വരാൻ പോകുന്ന 2 ക്യാരക്ടറുകളൊക്കെയാണ്. ഇത് എത്രത്തോളം വരുന്നൊന്നും ഉറപ്പില്ല. അതേപോലെ ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റികളൊക്കെ നമ്മളിവിടെ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ വരാൻ പോകുന്ന ഒരു ക്യാരക്ടറുകളൊക്കെ ടെസ്റ്റ് ബോയ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നെയിമും കളൊക്കെ ചേഞ്ച് ആകുന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇതിൻ്റെ എബിലിറ്റികളൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ ഇതിൻ്റെ ഒരു എബിലിറ്റികളൊക്കെ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 80 മീറ്ററിനുള്ളിൽ ഒരു നോക്കുകളൊക്കെ ഇട്ടാൽ ആ എനിമിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ടെലിപ്പോർട്ട് ആകാൻ പറ്റുന്ന ഒരു ക്യാരക്ടറുകൾക്കാണ്. ഒരു സാൻഡോ ക്യാരക്ടറിൻ്റെ ഒരു വേറെ ഇതെന്ന് പറയാൻ നിങ്ങൾക്ക് പറയാം. ആ എനിമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ടെലിപ്പോർട്ട് ആയതിന് ശേഷം ആ എനിമിനെ കില്ല് നിങ്ങൾക്ക് ലൂട്ടുകളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്യാരക്ടറുകൾക്കാണ്. അതേപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ മറ്റൊരു എബിലിറ്റിയാണ് നിങ്ങളുടെ ടീമേറ്റുകൾക്ക് നോക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടറിൻ്റെ സ്കില്ലുകൾക്ക് ഉപയോഗിച്ച് അങ്ങോട്ട് ടെലിപ്പോർട്ട് ആയിട്ട് റിവൈവിങ്ങുകളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും റിവൈവ് ആകുന്നത് ടീമെ റിവൈവിങ്ങുകളൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ടീമേറ്റും കാര്യങ്ങളൊക്കെ നോക്കാക്കിയ എനിമിൻ്റെ അടുത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ടെലിപ്പോർട്ട് ഉപയോഗിച്ച് ടെലിപ്പോർട്ട് ആയിട്ട് അവിടെ പോയി ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കില്ലൊക്കെ കുമ്മാൻ പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഈ ഒരു ക്യാരക്ടർ വരും നമ്മൾ 100% ഉറപ്പ് പറയുന്നില്ല. ഏകദേശം ഒരു 50-60% വരെ ഞാൻ ഉറപ്പ് പറയുന്നുള്ളൂ. കാരണം അത് വന്നാൽ ഒരു അടിപൊളി ക്യാരക്ടറുകളൊക്കെ ആയിരിക്കും. അടുത്തൊരു ക്യാരക്ടറുകളൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾ ഇത് ചിലപ്പോൾ ഈ ഒരു ക്യാരക്ടർ സെക്കൻഡ് സ്കില്ലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഈ വേറൊരു ക്യാരക്ടറായിട്ട് തന്നെ വരാൻ ചാൻസിലാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം OB44 അപ്ഡേറ്റിന് തന്നെ കുറേ വീഡിയോസിലൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിരുന്നു. പക്ഷേ ഇത് OB45 അപ്ഡേറ്റ് വരാനുള്ള ചാൻസാണ് കൂടുതലും കാണുന്നത്. ഈ ഒരു ക്യാരക്ടറിൻ്റെ സ്കില്ലുകളൊക്കെ എന്താണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ടീമേറ്റിൻ്റെ HP നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. HP മാത്രമല്ല EPങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടീമേറ്റിൻ്റെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യാരക്ടറുകൾക്കാണ്. അതാകുമ്പോൾ മെഡിക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പരസ്പരം കൈതാക്കിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ 2 പേർക്ക് മാത്രമല്ല 3 പേർക്കും 4 പേർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇതൊക്കെ വരുന്നൊന്നും ഒരു ഉറപ്പില്ല. ഒരു 60% മാത്രമേ ഇതിന് നമ്മൾ ഉറപ്പൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ വരികയാണെങ്കിൽ ഇത് നല്ല ക്യാരക്ടർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതേപോലത്തെ ഇവൻറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്ത് മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.